സന്ദേശ് ഖലിയെക്കുറിച്ചും ഷാജഹാൻ ഷെയ്ഖിനെക്കുറിച്ചും കുറച്ച് കാലങ്ങളായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്താണ് സന്ദേശ് ഖലിയിൽ നടക്കുന്നത്? ആരാണ് ഈ ഷാജഹാൻ ഷെയ്ഖ്? കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 12-ന് സ്മൃതി ഇറാനി നടത്തിയ പത്രസമ്മേളനത്തിൽ കുറച്ച് വൈകാരിക നിമിഷങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. തികച്ചും ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനകളായിരുന്നു അത്. അതായത്, മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിലെ നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ സന്ദേശ് ഖലി എന്ന ഗ്രാമത്തിൽ സ്ത്രീകൾക്ക് നേരെ നടന്നു വന്നിരുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച്, വെറും ലൈംഗിക അതിക്രമങ്ങൾ എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ ഗ്രാമത്തിലെ പിന്നോക്ക സമുദായത്തിലുള്ളവരെ, അല്ലെങ്കിൽ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെ കാലങ്ങളായി അടിച്ചമർത്തപ്പെടുകയും ആ വിഭാഗത്തിലെ കല്യാണം കഴിച്ച സുന്ദരികളായ സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്യുന്ന ഒരു ഗുണ്ടാ തലവനെയും അയാളുടെ കിങ്കരന്മാരെയും കുറിച്ചായിരുന്നു സ്മൃതി ഇറാനി സംസാരിച്ചത്. ഈ പറയുന്ന ഗുണ്ടാ തലവൻ വെറുമൊരു ഗുണ്ടയല്ല, തൃണമൂൽ കോൺഗ്രസ് തീറ്റിപ്പോറ്റി വളർത്തിയ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് ഈ പറയുന്ന ഷാജഹാൻ ഷെയ്ഖ്. ഷാജഹാൻ ഷെയ്ഖ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്? ഇയാൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? അതായത്, ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള സന്ദേശ് ഖലി എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ 4 സഹോദരന്മാരിൽ മൂത്തയാളായിരുന്നു ഇയാൾ. മത്സ്യബന്ധന അല്ലെങ്കിൽ ഇഷ്ടിക ചൂളകളിലെ തൊഴിലാളിയായാണ് ആദ്യം ഇയാൾ തുടങ്ങിയത്. പിന്നീട് ഡ്രൈവറായും മറ്റും ജോലി ചെയ്തിട്ടുണ്ട്. ഇഷ്ടിക ചൂളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് യൂണിയൻ നേതാവായിട്ടാണ് ഷെയ്ഖ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടും അയാൾ തൻ്റെ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് അയാൾ പ്രാദേശിക CPM യൂണിറ്റിൽ ചേർന്നു. തീക്ഷ്ണമായ പ്രസംഗങ്ങൾ കൊണ്ടും സംഘടനാ വൈദഗ്ധ്യത്തിനും പേര് കേട്ട ഷെയ്ഖ് 2012-ൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഹിന്ദു വിരുദ്ധതയ്ക്ക് ഉപരി സ്ത്രീ വിരുദ്ധമായ ഒന്നാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. കാലങ്ങളായി അവിടുത്തെ പിന്നോക്ക ഹിന്ദു സ്ത്രീ സമൂഹം അനുഭവിച്ചു വരുന്നതാണ്. അതും ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു പ്രദേശത്ത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ തലകുനിക്കുകയാണ്. കാരണം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ പറയുന്ന വാക്കുകൾ എൻ്റെ കാതുകളിൽ നിൽക്കുന്നു. അവൾക്ക് വെറും 13 വയസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒന്നിച്ച് അവളെ ആക്രമിക്കാതെ ഓരോരുത്തരായി അവളെ ഉപദ്രവിച്ചോളൂ. നിസ്സഹായതയുടെ വാക്കുകളാണിത്. അതുപോലെ സ്മൃതി ഇറാനിയുടെ വാക്കുകളിൽ കേട്ട മറ്റൊന്ന് ഉണ്ടായിരുന്നു. ഷാജഹാൻ എന്ന സ്ത്രീലമ്പടൻ അടിച്ചമർത്തപ്പെട്ട പുരുഷ സമൂഹത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ നിങ്ങളുടെ ഭാര്യമാരാണ്, എന്നാൽ അവരെ ഉപയോഗിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. എന്ന് ഞങ്ങൾ പോകാൻ പറയുന്നുവോ അന്ന് നിങ്ങളുടെ ഭാര്യമാർക്ക് പോകാം. പക്ഷെ അവർ വിട്ടയച്ച പലരും തിരിച്ചു പോയത് അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്കായിരുന്നില്ല, പകരം ആശുപത്രി കിടക്കയിലേക്കായിരുന്നു. അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തെ പിച്ച് ചീന്തി ഇല്ലാതാക്കുന്ന നികൃഷ്ട ജീവികളെ ഊട്ടി വളർത്തുന്ന ഒരു പാർട്ടിയാണ് TMC. ഇതിനെ സംരക്ഷിക്കുന്നതോ ഒരു സംസ്ഥാന ഭരണകൂടവും അത് ഭരിക്കുന്ന വനിതാ ഭരണാധികാരി. കാലങ്ങളായിട്ട് അവിടുത്തെ പിന്നോക്ക വിഭാഗം അനുഭവിച്ചു വരുന്ന ഈ അടിച്ചമർത്തൽ പുറം ലോകം അറിഞ്ഞത് ഈ അടുത്താണ്. അതിനൊരു നിമിത്തമായത് എൻഫോഴ്സ്മെന്റ് ടീമിൻ്റെ ഒരു റെയ്ഡാണ്. അതായത്, ജനുവരി 7-ന് TMC നേതാവായ ഷാജഹാൻ ഷെയ്ഖിൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ടീം പൊതുവിതരണ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ അതിൽ അഴിമതിയിൽ റെയ്ഡ് നടത്താൻ എത്തിയതിനെ തുടർന്ന് അവിടുത്തെ ഷാജഹാന്റെ ഗുണ്ടാ സംഘം
അവരെ ആക്രമിച്ചതോടെയാണ് സന്ദേശ് ഖലി എന്ന ഈ ഒരു ഗ്രാമം ജനശ്രദ്ധയിൽപ്പെട്ടത്. ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഷാജഹാന് ഒളിവിൽ പോകേണ്ടി വന്നു. ഷാജഹാന്റെ ഈ ഒരു ഒളിച്ചോട്ടം അവിടുത്തെ ജനതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു രീതിയിൽ ആശ്വാസമാണ് ഉണ്ടാക്കിയത്. ഇത്രയും കാലം ഷാജഹാന്റെ ഈ അടിച്ചമർത്തൽ പ്രതികരിക്കാൻ ശ്രമിച്ച ആർക്കും മരണവും അതുപോലെ തന്നെ നാടുകടത്തലുമായിരുന്നു വിധി. അതിനാൽ തന്നെ ജീവൻ ഭയന്ന് അവിടുത്തെ ജനം പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ കാലം ഷാജഹാനെയും TMC എന്ന പാർട്ടിയുടെയും കറുത്ത മുഖത്തെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരു അവസരമുണ്ടാക്കുകയാണ്. പണ്ട് UP-യിലെ കുഗ്രാമങ്ങളിൽ ഇതുപോലുള്ള കഥകൾ നമ്മൾ കേട്ടു കാണും. പക്ഷെ യോഗിയുടെ ഭരണം UP-യുടെ മുഖച്ഛായ മാറ്റിയതോടെ ഇതെല്ലാം ഇല്ലാതായി. മറ്റൊരു കാര്യം, സന്ദേശ് ഖലി എന്ന ഗ്രാമം ബംഗ്ലാദേശ് ബോർഡറിലാണ്. അതിനാൽ തന്നെ ഷാജഹാന്റെ ഒളിവ് കേന്ദ്രം ഒരുപക്ഷെ ബംഗ്ലാദേശിലാകാം. അവിടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൽ ഷാജഹാനും കൂട്ടർക്കും ഉറപ്പായും ബന്ധവും ഉണ്ടാകും. ഇതെല്ലാം അറിഞ്ഞിട്ടും മമതയുടെ നിശബ്ദതയാണ് ഇനി ചോദ്യമാകാൻ പോകുന്നത്. ഷാജഹാനെ സംരക്ഷിക്കുന്ന മമതയുടെ മുഖം മൂടി വൈകാതെ തന്നെ ഊരി വീഴും. ഗുണ്ടകളെയും ഇസ്ലാമിക ശക്തികളെയും ചേർത്ത് പിടിച്ചുള്ള മമതയുടെ ഭരണം ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് കണ്ടറിയാം.